അബാക്കസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പെൻസിൽ ഉണ്ടായിട്ട്, എന്തിനാ പെൻസിൽ എന്ന് വെച്ചാൽ ഇതിന് മാത്സ് ചെയ്യുന്നു ഉത്തരം എഴുതുന്നു, മാത്സ് ചെയ്യണു ഉത്തരം എഴുതുന്നു, മാത്സ് ചെയ്യണു ഉത്തരം എഴുതുന്നു. സ്പീഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അബാക്കസ് പഠിക്കുന്ന സമയത്ത് വൺസ് മാത്രം കൈകാര്യം ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ അബാക്കസ് റോഡ് ഇങ്ങനെ പിടിക്കണമെന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ ഈ അബാക്കസ് റോഡ് ഞാൻ ഇങ്ങനെ പിടിക്കണമെന്ന് പറയുന്നത്. ഇതും ആദ്യം വൺസ് പരിശീലിച്ചു കഴിഞ്ഞാൽ, വൺസ് എങ്ങനെ പരിശീലിക്കുക? അബാക്കസ് റോഡിൽ വൺസ് ഏതാണ്? 1 2 3 4. ഇത് താഴോട്ട് താഴ്ത്തുക. അത് ഈ പോയിന്റ് ഫിംഗറോട് താഴോട്ട് താഴ്ത്തുക. ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നിച്ച് താഴ്ത്തും. അപ്പർ പീസ് തൊടുമ്പോൾ നമ്മൾ ഈ പോയിന്റ് ഫിംഗർ നമ്മൾ ഉപയോഗിക്കാം. അതായത് 5 6 7 8 9. ഇതാണ് അബാക്കസ് റോഡ് വൺസ് എന്ന് പറയുന്നത്. വൺസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9. മനസ്സിലായോ? ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫിംഗർ വളരെ ശ്രദ്ധിക്കുക. ഏത് ഫിംഗറാണ്? തമ്പാണ്. തമ്പ്. ലോവർ ബീഡ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഫിംഗർ ഏതാണ്? തമ്പാണ്. തമ്പ്. 1 2 3 4. ആഫ്റ്റർ ദ ടൈം പോയിന്റ് ഫിംഗർ കൊണ്ട് ഇത് താഴോട്ട് താഴ്ത്തുക. കാരണം നിങ്ങളുടെ അബാക്കസ് റോഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താക്കാം? താഴ്ത്താൻ പറ്റും കൈകൊണ്ട്. ഇത് മാഗ്നറ്റിക് ആയതുകൊണ്ട് ടൈറ്റ് ഇടുന്നത്. അതുകൊണ്ട് മാറ്റത്തിന് ഇങ്ങനെ താഴ്ത്തുന്നു. അപ്പർ ബീഡ്സ് 5 1. ഈ പോയിന്റ് ഫിംഗറോട് താഴ്ത്തുക. ഇത് മാഗ്നറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കുന്നത്? ഇങ്ങനെ താഴ്ത്തുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ താഴ്ത്തുന്നത്. അപ്പർ ബീഡ്സ് 5. പിന്നെ 6 7 8 9. കിട്ടിയോ? ഈ ഒരു സ്ഥലം ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റിയോ? ഇനി നിങ്ങൾ ടെൻസിലേക്ക് ചാടുമ്പോൾ, വൺസ് കഴിഞ്ഞ് ടെൻസിലേക്ക് ചാടുന്ന സമയത്ത് അതിന് ലോജിക് വരാം. ഈ വൺസ് തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു. ഇതിപ്പോ ഞാൻ ആഡ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്കാണ് വിളിക്കുന്നത്. എങ്ങനെ ആഡ് ചെയ്യുക? 1 + 2 ആണെങ്കിൽ 1 + 2 = 3. 3 - 1 2. 2 - 1 1 + 5 6. 6 + 3 9 - 6 3. 3 - 2 1. 1 - 1 0. ഇത്ര സിമ്പിൾ ആണ്. മനസ്സിലായോ? വൺസിലെ ക്ലാസ്. വൺസ് നിങ്ങൾക്ക് മനസ്സിലായോ?